സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും, അതായത് കോശശ്വസനത്തിൻ്റെ 2 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. ആദ്യത്തെ ഘട്ടം ഗ്ലൈക്കോളിസിസ്. ഇത് കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. ഓക്സിജൻ ഒന്നും ആവശ്യമില്ല. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാക്കുന്നു. അതേസമയം രണ്ടാം ഘട്ടമായ ക്രെബ്സ് സൈക്കിള് മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നു. ഓക്സിജൻ ആവശ്യമാണ്. പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു. 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു എന്നും നിങ്ങൾ പഠിച്ചു. ഈ 2 സ്റ്റെപ്പുകളെ ബേസ് ചെയ്ത് നമുക്കിനി ശ്വസനത്തിന് ഒരു ഇക്വേഷൻ എഴുതണം, ഒരു സമവാക്യം എഴുതണം. എങ്ങനെ എഴുതുന്നു നോക്കാം. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ O2. ഓക്കെ, ഓക്സിജൻ മീൻസ് O2. ആ 2 കുറച്ച് താഴെ എഴുതണേ. ഞാൻ എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്. 2 താഴെ എഴുതണം. നിങ്ങൾക്കറിയാം എങ്ങനെ കെമിക്കൽ ഫോമുലാസ് എഴുതണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൻ്റെ താഴെ വേണം 2 എഴുതാൻ. റൈറ്റ് സൈഡിൽ താഴെ വേണം 2 എഴുതാൻ. അപ്പോൾ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ എൻസൈമുകളുടെ സഹായത്തോടെ എന്തായി മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ പ്ലസ് 30 ATP, 30 ATP. ഒന്നുകൂടെ സമവാക്യം പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ആരുടെ പ്രസൻസിൽ? എൻസൈമിൻ്റെ പ്രസൻസിൽ എന്ത് തരും? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അതുപോലെ തന്നെ 30 ATP എന്നിവ നിങ്ങൾക്ക് നൽകുന്നു. അതായത് 30 ATP ഊർജം നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഗിവ്സ് CO2 പ്ലസ് H2O പ്ലസ് 30 ATP. ഇതൊന്ന് പഠിക്കണം, ഇമ്പോർട്ടൻ്റ്. ഇനി പ്രകാശ സംശ്ലേഷണം ഇതിനു മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നും എവിടെയൊക്കെ വെച്ചാണ് നടക്കുന്നതെന്നും നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശശ്വസനവും അതുപോലെ പ്രകാശ സംശ്ലേഷണവും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. നമുക്ക് നോക്കാം. ടേബിളാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണത്തിലെ ഗ്രാനയിലും സ്ട്രോമയിലുമാണ്. അതേസമയം കോശശ്വസനം നടക്കുന്നത് കോശദ്രവ്യത്തിലും മൈറ്റോകോൺട്രിയയിലും. ശ്രദ്ധിച്ച് പഠിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്? ഹരിതകണത്തിലെ ഗ്രാനയിലും സ്ട്രോമയിലും. ശ്വസനം നടക്കുന്നത്, അതായത് കോശശ്വസനം നടക്കുന്നത് കോശദ്രവ്യത്തിലും മൈറ്റോകോൺട്രിയയിലും. കിട്ടിയല്ലോ. ദെൻ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ. അതേസമയം ശ്വസനത്തിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. മനസ്സിലായല്ലോ. കാർബൺ ഡൈ ഓക്സൈഡും ജലവും പ്രകാശ സംശ്ലേഷണത്തിലും ഗ്ലൂക്കോസും ഓക്സിജനും ശ്വസനത്തിലും ഉപയോഗിക്കുന്നു. ഇനി ഉൽപ്പന്നങ്ങളോ? ഉൽപ്പന്നം പ്രകാശ സംശ്ലേഷണത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനും ഉൽപ്പന്നമായി വരുന്നു. ATPയും പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് ഊർജം ഉണ്ടാക്കുന്നു അല്ലേ. ഇപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൽ ഗ്ലൂക്കോസ്, ഓക്സിജൻ, ATP എന്നിവ ഉണ്ടാകുന്നു. ശ്വസനത്തിലോ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അതുപോലെ തന്നെ ATP എന്നിവ ഉണ്ടാകുന്നു. ഒന്നുകൂടെ പറയാം. പ്രകാശ സംശ്ലേഷണത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനും, ശ്വസനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ATP എന്നിവയും ഉണ്ടാകുന്നു. ഇനി ഓക്സിജന്റെ ആവശ്യകത പ്രകാശ സംശ്ലേഷണത്തിനുണ്ടോ? ഇല്ല. പ്രകാശ സംശ്ലേഷണത്തിന്റെ റിസൾട്ടായിട്ടാണ് ഓക്സിജൻ ഉണ്ടാവുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണത്തിന് എന്താവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. ലൈറ്റ് മാത്രമേ വേണ്ടൂ അല്ലേ. ലൈറ്റ് മാത്രമേ വേണ്ടൂ. എന്ത് വേണ്ട? പ്രകാശ സംശ്ലേഷണത്തിന് മറ്റെന്ത് വേണ്ട? ഓക്സിജൻ ആവശ്യമില്ല. ദെൻ ശ്വസനത്തിൻ്റെ കേസിലോ ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ടേബിള് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് പഠിച്ച് വെക്കണം. ഓക്കെ, എക്സാമിന് എന്തായാലും വരും, അപ്പോൾ പഠിച്ചോളുക. ഇത് കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് ക്രെബ്സ് സൈക്കിൾ എന്താണെന്ന് നിങ്ങൾ കേട്ടു അല്ലേ. കോശശ്വസനത്തിൻ്റെ 2ാം ഘട്ടമാണ് ക്രെബ്സ് സൈക്കിൾ എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഹാൻസ് അഡോൾഫ് ക്രെബ്സ് എന്ന ജർമ്മൻ ബയോകെമിസ്റ്റാണ് കോശശ്വസനത്തിലെ 2ാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത്. ഈ അഡോൾഫ് ക്രെബ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കോശശ്വസനത്തിലെ 2ാം ഘട്ടത്തിൽ എന്തൊക്കെ രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഘട്ടത്തെ എന്ത് വിളിക്കുന്നത്? ക്രെബ്സ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ക്രെബ്സ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസും കൂടി അദ്ദേഹത്തിന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം.
നമ്മുടെ കോശശ്വസനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ക്രെബ്സ് സൈക്കിള്. ആ രണ്ടാമത്തെ ഘട്ടമായ ക്രെബ്സ് സൈക്കിളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ജർമ്മൻ ബയോകെമിസ്റ്റായ ഹാൻസ് അഡോൾഫ് ക്രെബ്സ്. നിങ്ങൾ ക്രെബ്സ് എന്ന് പഠിച്ചാൽ മതി, അഡോൾഫ് ക്രെബ്സ് എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം എന്ത് കണ്ടെത്തി? നമ്മുടെ കോശശ്വസനത്തിലെ രണ്ടാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തി. ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് എന്ത് കിട്ടി? വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേലും കൂടെ കിട്ടി 1953. ഇനി നമ്മളെ വാതക കൈമാറ്റം നമ്മൾ പഠിച്ചപ്പോൾ, ശ്വസനവാതകങ്ങളുടെ കൈമാറ്റം അല്ലെങ്കിൽ അവരുടെ വിനിമയം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ കേട്ടൊരു ടേമാണ് ഹീമോഗ്ലോബിൻ അല്ലേ? കാർബമിനോ ഹീമോഗ്ലോബിൻ, ഓക്സി ഹീമോഗ്ലോബിൻ എന്നൊക്കെ നിങ്ങൾ കേട്ടു. എന്താണ് ഈ ഹീമോഗ്ലോബിൻ എന്നാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ രക്തത്തിലെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് RBC അല്ലേ? പ്രധാനപ്പെട്ട ഒരു ചുവന്ന രക്താണു, അതെ, ഒരു രക്താണുക്കളിൽ വരുന്ന ഒരാളാണ് RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ. ഈ അരുണ രക്താണുക്കൾക്ക് നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഓക്കെ, എന്താണ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് റോസ് ഹാഫും ഒരു വൈറ്റ് ഹാഫും ഉള്ള ഒരു സ്ട്രക്ചർ കണ്ടോ നിങ്ങൾക്ക്? ഒരു സമയത്ത് 4 ഓക്സിജൻ തന്മാത്രകൾ വരെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണ് ഈ ഹീമോഗ്ലോബിൻ. ഒരേ സമയത്ത് 4 ഓക്സിജൻ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് 4 കാർബൺ ഡൈ ഓക്സൈഡിന് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള 4 കാർബൺ ഡൈ ഓക്സൈഡിനെയോ 4 ഓക്സിജൻ തന്മാത്രകളെയോ പിടിച്ചെടുത്ത് കൊണ്ടുപോകാൻ ശേഷിയുള്ള നമ്മുടെ രക്തത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. നമുക്ക് നോക്കാം, തന്നിരിക്കുന്ന ബോക്സ് നോക്കാം. ഹീമോഗ്ലോബിൻ എന്താണ്? RBCയിലെ വർണ്ണകം. രണ്ടാമത്തെ പോയിന്റ്, ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീൻ. പഠിച്ചോ ഇമ്പോർട്ടൻ്റ്. RBCയിലെ വർണ്ണകമാണ് ഇത് ഹീമോഗ്ലോബിൻ. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീനാണ് ഇത് ഹീമോഗ്ലോബിൻ. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീനാണ് ഇത് ഹീമോഗ്ലോബിൻ. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളുണ്ട്. 1ഉം 2ഉം അല്ല ഒരു RBCയിലുള്ളത്, 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളാണ് ഓരോ RBCയിലും ഉള്ളത്. നിങ്ങൾക്ക് എത്ര RBC ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളാണുള്ളത്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യുന്നു അല്ലേ? ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ 4 ഓക്സിജൻ തന്മാത്രകളെയോ അല്ലെങ്കിൽ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യൂ എന്ന് വെച്ചാൽ എടുത്തു കൊണ്ടുപോകാൻ പറ്റും. ഹീമോഗ്ലോബിൻ്റെ അളവ്, ഇതും പഠിക്കണേ, ഇമ്പോർട്ടൻ്റ്. ഹീമോഗ്ലോബിൻ്റെ അളവ് സ്ത്രീകളിൽ 12 to 16 gram/dl. ഓക്കെ, അതായത് സ്ത്രീകളിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവെന്ന് പറയുന്നത് എത്രയാണ്? 12 to 16 gram/dl. ഇനി പുരുഷന്മാരുടെ കേസിലാണെങ്കിലോ 14 to 18. പുരുഷന്മാർക്ക് കുറച്ച് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലാണ്. ഫിസിക്കലി കുറേയും കൂടെ വർക്ക് കൂടുതൽ ചെയ്യുന്നത്, മീൻസ് അവരുടെ മസിൽസ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, ആ രീതിയിലാണ് അങ്ങനെ വരുന്നത്. ഫിസിക്കൽ ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് സ്ത്രീകളിൽ 12 to 16, പുരുഷന്മാരിൽ 14 to 18. ഓക്കെ, യൂണിറ്റ് പഠിച്ചു വെക്കണം, gram/dl. മനസ്സിലായോ? അപ്പോൾ 12 to 16 gram/dl സ്ത്രീകളിലും 14 to 18 gram/dl രക്തത്തിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ആരിലെ? പുരുഷന്മാരിലും. ഇനി ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാലോ? ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ എന്തിന് കാരണമാകും? അത് അനീമിയക്ക് കാരണമാകും. അനീമിയ എന്ന് വെച്ചാൽ വിളർച്ച, ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടുള്ള അവസ്ഥ, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടുള്ള അവസ്ഥയാണ് ഇത് അനീമിയ. മനസ്സിലായോ? ഹീമോഗ്ലോബിൻ എന്താണെന്ന് മനസ്സിലായോ? സ്ത്രീകളിലെയും പുരുഷന്മാരുടെയും ഹീമോഗ്ലോബിൻ്റെ അളവ് നിർബന്ധമായും പഠിച്ചു വെക്കണം. ഷുവർ 100% ഷുവർ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇനി ഹീമോഗ്ലോബിൻ്റെ അളവ് രക്തത്തിൽ കുറയുന്നതിനുള്ള സാഹചര്യങ്ങൾ ഏതെല്ലാം? ഏതൊക്കെ തരം അനീമിയകളുണ്ട് കണ്ടെത്തും. ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നതാണ്. കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അനീമിയ ഈസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഇൻ ദ നമ്പർ ഓർ
ക്വാളിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഓർ ഹീമോഗ്ലോബിൻ. അതായത് റെഡ് ബ്ലഡ് സെൽസിൻ്റെയോ ഹീമോഗ്ലോബിൻ്റെയോ അളവ് കുറയുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? അനീമിയ ഉണ്ടാവുന്നത്. ലീഡിങ് ടു റെഡ്യൂസ്ഡ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ ദ ബോഡി. ഇതെന്തിന് കാരണമാകും? നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് കുറക്കുന്നതിന് കാരണമാകും. സിമ്പിളായി പറഞ്ഞാൽ കൃത്യമായി വാതക വിനിമയം, അതായത് ശ്വസനവാതകങ്ങളുടെ വിനിമയം നടക്കാത്തൊരവസ്ഥ വരും. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെ തരം അനീമിയകളുണ്ട്? ഒരുപാട് തരം അനീമിയകളുണ്ട്. നമ്മൾ വെറുതെ പറയുന്ന വിളർച്ച മാത്രമല്ല, പല തരത്തിലുള്ള അനീമിയകളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളുടെ എക്സാമിനൊന്നും ചോദിക്കില്ല, പേടിക്കേണ്ട. ഞാൻ കാരണങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസിന് നിങ്ങൾ ആ ടേബിൾ വെച്ചോളൂ. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്താൽ മാത്രം മതി. ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നില്ല, നമുക്കത് വേണ്ട, പേര് മാത്രം പറഞ്ഞു പോവാം. അയേൺ ഡെഫിഷ്യൻസി അനീമിയ, ഇതാണ് നമ്മൾ കോമൺലി പറയുന്ന അനീമിയ. അതായത് അയേണിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അനീമിയ, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അനീമിയ. പിന്നെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ, അപ്ലാസ്റ്റിക് അനീമിയ, പെർനീഷ്യസ് അനീമിയ, ഹീമോലിറ്റിക് അനീമിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, ഇങ്ങനെ പലതരത്തിലുള്ള അനീമിയകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി തന്നേ ഉള്ളൂ. വേണമെങ്കിൽ അതൊന്ന് നോക്കുക, എക്സാമിനൊന്നും വരില്ല, വേണമെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യുന്നേ. വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസിക്കുന്ന ഏകകോശ ജീവികളിലും സസ്യങ്ങളിലും ജന്തുക്കളിലുമെല്ലാം കോശശ്വസന പ്രക്രിയയുടെ ഘട്ടങ്ങളായ ഗ്ലൈക്കോളിസിസും ക്രബ്സ് സൈക്കിളും ഉണ്ട്. അതായത് ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്ന എല്ലാ ജീവികളിലും ശ്വസനത്തിൻ്റെ 2 ഘട്ടവുമുണ്ട്. അതായത് ഗ്ലൈക്കോളിസിസും ഉണ്ട്, ക്രബ്സ് സൈക്കിളും ഉണ്ട്. എന്നാൽ അവരുടെ കേസിൽ ശ്വസന പ്രതലവും വാതക വിനിമയവും സംവഹനവും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മളിൽ കാണുന്നത് പോലെയല്ല വാതക വിനിമയം അമീബയിൽ നടക്കുക. ഓക്കെ, നമ്മളിൽ കാണുന്ന പോലെയല്ല വാതക വിനിമയം ഫ്രോഗ്സിൽ നടക്കുക, അല്ലെങ്കിൽ മറ്റു ജീവികളിൽ, മത്സ്യങ്ങളിൽ നടക്കുക. അതിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, സംവഹന പ്രതലങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. നോക്കിക്കോളൂ, ശ്വസനം മറ്റ് ജീവികളിൽ. ഇപ്പോൾ മനുഷ്യന്മാരുടെ കേസ് നമ്മൾ പറഞ്ഞു നിർത്തി. ഓക്കെ, അനീമിയയോടെ നമുക്ക് ആ പഠിക്കാനുള്ള പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് മറ്റ് ജീവികളിൽ എങ്ങനെ ശ്വസനം നടക്കുന്നു, സസ്യങ്ങളിൽ എങ്ങനെ ശ്വസനം നടക്കുന്നു എന്നതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവികളിലെ കോശശ്വസന പ്രക്രിയ മനുഷ്യരിലേതിന് സമാനമാണ്. ശ്വസനം എങ്ങനെ തന്നെയാണ്, ശ്വസന പ്രക്രിയ എങ്ങനെ തന്നെയാണ്, നമ്മളിലേതുപോലെ തന്നെ. എന്നാൽ വാതക വിനിമയം, സംവഹനം എന്നിവയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പോൾ വ്യത്യസ്ത ജീവികളിൽ ശ്വസന പ്രതലങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അവിടെ കാണാം അമീബ. ആദ്യത്തെ ചിത്രം എന്താണ്? അമീബയാണ്. അമീബയുടെ കേസിൽ എന്താ സംഭവിക്കുന്നത്? അമീബയുടെ കേസിൽ കോശസ്തരമാണ് അതിൻ്റെ ശ്വസന പ്രതലം. രണ്ടാമത്തെ കേസ് നോക്കിയാൽ മണ്ണിര. മണ്ണിരയുടെ കേസിൽ ത്വക്കിലൂടെയാണ് ഇത് നടക്കുന്നത്. ശ്വസനവാതകങ്ങളുടെ സംവഹനം, അതായത് ഓക്സിജൻ ഉള്ളിലേക്ക് കയറുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതും. മത്സ്യത്തിൻ്റെ കേസിലോ ശകുലങ്ങളിലൂടെ, അതായത് ചെകിളപ്പൂക്കൾ, അതിൻ്റെ ചെവിയുടെ അതിൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ വരുന്ന ചെകിളപ്പൂക്കൾ ഗിൽസ് വഴി അത് തുറക്കും അടക്കവും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ചെകിളപ്പൂക്കൾ അഥവാ ഗിൽസ് അല്ലെങ്കിൽ ശകുലങ്ങൾ വഴിയാണ് അവരിൽ വാതക വിനിമയം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലുണ്ടാവണം. അമീബയിൽ കോശസ്തരം, 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ഇങ്ങനെ വരും: അമീബ 2 കുത്ത്, കോശസ്തരം, പിന്നെ ഒരു 4 കുത്ത് തന്നിട്ടുണ്ടാവും. മണ്ണിര 2 കുത്ത്, ഒരു ബ്ലാങ്ക്, അവിടെ നിങ്ങൾ എഴുതേണ്ടി വരും ത്വക്കെന്ന്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും പഠിക്കണം. അപ്പോൾ അമീബയിലെ കോശശ്വസനത്തിനുള്ള പ്രതലം എന്ന് പറയുന്നത് കോശസ്തരവും മണ്ണിരയിലെ ത്വക്കും മത്സ്യത്തിലെ ശകുലങ്ങളുമാണ്. കിട്ടിയല്ലോ, പഠിച്ചല്ലോ. നോക്കിക്കോളൂ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജീവി ശ്വസന പ്രതലം സവിശേഷതകൾ. അമീബ കോശസ്തരം, കേശസ്തരം എന്നാണ് എഴുതിയിട്ടുള്ളത്, തിരുത്തി വായിക്കുക. കോശസ്തരം. അമീബയിൽ ഏതാണ്? കോശസ്തരമാണ് ശ്വസന പ്രതലം. എന്താണ് അതിൻ്റെ സവിശേഷത? സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് അമീബയിൽ വാതക വിനിമയം നടക്കുന്നത്. എന്ത് പ്രക്രിയ? സിമ്പിൾ ഡിഫ്യൂഷൻ. അതായത് പുറത്തെ സറൗണ്ടിങ്സിൽ ഓക്സിജൻ്റെ അളവ് കൂടുതൽ, അമീബയിൽ ഓക്സിജൻ്റെ അളവ് കുറവ്. അപ്പോൾ അമീബയിൽ കുറഞ്ഞ സ്ഥലത്തേക്ക് കൂടിയ സ്ഥലത്ത് നിന്ന് എന്ത് വരും? ഓക്സിജൻ വരും. ഇങ്ങനെ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് വാതകങ്ങൾ സ്വയമേ വ്യാപിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന്? സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സിമ്പിൾ ഡിഫ്യൂഷൻ നടന്നു, അമീബയിൽ വാതക വിനിമയം നടന്നു. കിട്ടിയല്ലോ. അവ ചുറ്റുമുള്ള ജലത്തിൽ നിന്ന്
കോശസ്തരത്തിലൂടെ ഓക്സിജൻ സ്വീകരിക്കുകയും കോശശ്വസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു കളയുകയും ചെയ്യും. അമീബയുടെ കുറഞ്ഞ ശരീര വലുപ്പവും ഉയർന്ന ഉപരിതല വിസ്തീർണ അനുപാതവും ഈ പ്രക്രിയയെ കാര്യക്ഷമമാക്കുന്നു. നിങ്ങൾക്കറിയാം, അമീബ ഒരു ഏകകോശ ജീവിയാണ് അല്ലെ, ഒറ്റ കോശം മാത്രമേ അതിൻ്റെ ശരീരത്തിലുള്ളൂ. എന്നാൽ അതിൻ്റെ പ്രതല വിസ്തീർണമോ നമ്മുടെ കോശ ശ്വസനത്തിൻ്റെ പ്രതല വിസ്തീർണം അവിടെ എന്താണ്, കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ വളരെ കാര്യക്ഷമമായി നടക്കും, വളരെ ഈസി ആയിട്ട് നടക്കും. മനസ്സിലായോ? അപ്പം അമീബ കിട്ടിയേ, അമീബയിൽ കോശസ്തരം വാതക വിനിമയം നടക്കുന്നത് ഇതിലൂടെയാണ്, കോശസ്തരത്തിലൂടെയാണ്. ഓക്കെ, സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന പ്രവർത്തനം വഴിയാണ്. കിട്ടി? സ്റ്റോപ്പ് ചെയ്തു. നെക്സ്റ്റ്, മണ്ണിര. മണ്ണിരയുടെ കേസിൽ ത്വക്കിലൂടെ. മണ്ണിരയുടെ കേസിൽ എങ്ങനെയാണ് ശ്വസനം നടക്കുന്നത്? ത്വക്കിലൂടെ. നോക്കാം. മണ്ണിരയുടെ ശ്വസന പ്രതലം അതിൻ്റെ ഈർപ്പമുള്ള ത്വക്കാണ്. വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾക്ക് മണ്ണിരേനെ കാണാൻ പറ്റൂല. കാരണം ഡ്രൈ ആയിട്ടുള്ള ഏരിയാസിൽ അതിൻ്റെ സ്കിന്നും ഡ്രൈ ആയി പോകും. ചൂട് കൂടിയാൽ മണ്ണിരേനെ കാണാൻ പറ്റൂല. അവരെപ്പോഴും മണ്ണിൻ്റെ ഉള്ളിലായിരിക്കും. തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവിടെയുള്ളൂ. നിങ്ങൾ സ്ഥിരമായി ചെടി വെള്ളം ഒഴിക്കുന്ന ഒരു ചെടി വെക്കുന്നതിൻ്റെ അടിഭാഗത്ത് എന്തുണ്ടാവും? ചെടിച്ചട്ടി വെക്കുന്നതിൻ്റെ അടിഭാഗത്ത് ഷുവറാണ് അവിടെ മണ്ണിര ഉണ്ടാവും. കാരണം എപ്പോഴും നനവുള്ള മണ്ണാണ്. അപ്പോൾ ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസന പ്രതലം. മണ്ണിരയുടെ ശ്വസന പ്രതലം എന്താണ്? ഈർപ്പമുള്ള ത്വക്കാണ്. വാതക വിനിമയം നടക്കുന്നതിന് ഈർപ്പം നിലനിർത്തേണ്ടതുണ്ട്. വാതകവിനിമയം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈർപ്പം നിലനിർത്തണം അല്ലേ? വാതകവിനിമയം നടക്കാൻ എന്ത് വേണം? ഈർപ്പം നിലനിർത്തണം. ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോൾ വാതകവിനിമയം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈർപ്പം നിലനിർത്തണം. ഈർപ്പം എന്ത് ചെയ്യും? നോക്കുക നമുക്ക്. വായുവിൽ നിന്നുള്ള ഓക്സിജൻ ത്വക്കിൻ്റെ ഉപരിതലത്തിലെ ഈർപ്പത്തിലേക്കും, അതായത് ഓക്സിജൻ എന്ത് ചെയ്യും? ഈ ത്വക്കിൻ്റെ തൊട്ട് മുകളിലുള്ള ഈർപ്പത്തിൽ, വെള്ളപ്പറ്റിൽ, ജലാംശത്തിൽ ലയിക്കുന്നു. തുടർന്ന് രക്തത്തിലേക്ക് വ്യാപിക്കുന്നു. അതുപോലെ അതിൻ്റെ ശരീരത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ത്വക്കിലൂടെ ചുറ്റുമുള്ള വായുവിലേക്ക് വ്യാപിക്കുന്നു. ഇത്തരത്തിലുള്ള ശ്വസനത്തെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. ക്യൂട്ടേനിയസ് മീൻസ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ്ങിലൂടെ നടക്കുന്നു. അതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നു? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നും കൂടി വിളിക്കാറുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. മണ്ണിരയുടെ ശ്വസന പ്രതലം അതിൻ്റെ ഈർപ്പമുള്ള ത്വക്കാണ്. വാതകവിനിമയം നടക്കണമെങ്കിൽ എന്ത് വേണം? ഈർപ്പം നിലനിർത്തണം. അതുകൊണ്ട് തന്നെ വായുവിൽ നിന്നുള്ള ഓക്സിജൻ ത്വക്കിൻ്റെ ഉപരിതലത്തിലെ ഈ വെള്ളത്തിലെ ജലാംശത്തിൽ ലയിക്കുന്നു. തുടർന്ന് രക്തത്തിലേക്ക് വ്യാപിക്കും. ശ്വസനത്തിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ത്വക്കിലൂടെ തന്നെ പുറത്തു പോകും. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. ദെൻ മത്സ്യങ്ങളുടെ കേസിൽ ശകുലം, അതായത് ചെകിളപ്പൂക്കൾ, അവരുടെ കഴുത്തിന്റെ സൈഡിലുള്ള തുറക്കുകയും മടക്കുകയും ചെയ്യാൻ പറ്റുന്ന സാധനം, അതിലൂടെയാണ് എന്ത് നടക്കുന്നത്? ശ്വസനവാതകങ്ങളുടെ സംവഹനം നടക്കുന്നത്. മത്സ്യങ്ങൾ അവയുടെ ശകുലങ്ങളിലൂടെ ശ്വസിക്കുന്നു. അവ ഓക്സിജൻ അടങ്ങിയ ജലം വായിലൂടെ ഉള്ളിലേക്കെടുത്ത് ശകുലങ്ങൾക്ക് മുകളിലൂടെ ഒഴുക്കുന്നു. ശകുലങ്ങൾക്കുള്ളിൽ വച്ച് ഓക്സിജൻ വെള്ളത്തിൽ നിന്ന് മത്സ്യത്തിന്റെ രക്തത്തിലേക്ക് വ്യാപിക്കുന്നു. ഓക്കെ, ഈ ശകുലങ്ങൾക്കകത്തൂടെ, അതായത് ചെകിളപ്പൂക്കൾക്കകത്തുകൂടി വെള്ളം ഒഴുകുന്ന സമയത്ത് ഓക്സിജൻ എങ്ങോട്ട് പോകും? മത്സ്യത്തിന്റെ രക്തത്തിലേക്ക് വ്യാപിക്കും. അതേസമയം എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ നിന്ന് ജലത്തിലേക്ക് പുറന്തള്ളുകയും ചെയ്യും. ആ ജലം പുറത്തു പോവും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോവും. ഓക്കെ, ശകുലങ്ങളുടെ വലിയ ഉപരിതലവും രക്തക്കുഴലുകളുടെ നേർത്ത ഭിത്തികളും വാതകങ്ങളുടെ കാര്യക്ഷമമായ കൈമാറ്റം സാധ്യമാക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും വീട്ടിൽ എന്താ പറയുക, നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മത്സ്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അമ്മയൊക്കെ അത് മുറിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് പോയി നോക്കുക. നിങ്ങൾക്ക് അവിടെ കാണാം അതിൻ്റെ ചെകിളപ്പൂക്കൾ. അമ്മ അതിൻ്റെ ചെകിളപ്പൂക്കളൊന്ന് കാണിച്ചു തന്നേന്ന് പറഞ്ഞാൽ അമ്മ കാണിച്ചു തരും, അവർക്കറിയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? വളരെ സൂക്ഷ്മങ്ങളായ, വളരെ നേർത്ത രക്തലോമികകൾ കാണാം. അതുകൊണ്ട് തന്നെ വാതക വിനിമയം അതിലൂടെ വളരെ ഈസി ആയിട്ട് നടക്കും. ഓക്കെ, പറ്റുവാണെങ്കിൽ അതൊന്ന് നോക്കുക. നെക്സ്റ്റ്, അപ്പോൾ മത്സ്യങ്ങളുടെ കേസിലും അമീബയുടെ കേസിലും ഒക്കെ എങ്ങനെയാണ് ശ്വസനം നടക്കുന്നതെന്നും ശ്വസന പ്രതലങ്ങൾ ഏതൊക്കെയാണെന്നും നിങ്ങൾ പഠിച്ചു. മറ്റ് ജീവികളെ പോലെ തന്നെയല്ലേ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്താൻ വേണ്ടി മാത്രമുള്ള ആളാ അല്ല. അവർക്കും എന്ത് ചെയ്യണം? അവരും ഒരു ലിവിങ് ഓർഗാനിസം ആണ്. അതുകൊണ്ട് തന്നെ അവർക്കും എന്ത് ചെയ്യണം? ശ്വസിക്കണം. അപ്പോൾ സസ്യങ്ങളിലെ കോശശ്വസന പ്രക്രിയ മനുഷ്യരുടേതിന് സമാനമാണ്. നമ്മളെപ്പോലെ തന്നെയാണ് അവർ ശ്വസിക്കുന്നത്. അവരും ഓക്സിജൻ തന്നെയാണ് വലിച്ചെടുക്കുന്നത്, അവരും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് പുറത്തുവിടുന്നത്. ശ്വസനത്തിൽ, പ്രകാശ സംശ്ലേഷണത്തിലല്ല, ശ്വസനത്തിൽ. ഓക്കെ, എന്നാൽ
ഇവയ്ക്ക് ശ്വസന വ്യവസ്ഥയോ വാതക സംവഹനത്തിനായി പ്രത്യേക അവയവങ്ങളോ ഇല്ല. നമ്മളെപ്പോലെ അഡ്വാൻസ്ഡ് അല്ല പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ ഒരു കൃത്യമായിട്ടുള്ള ശ്വസന വ്യവസ്ഥയോ വാതക സംവഹനത്തിനായി പ്രത്യേക സംവിധാനങ്ങളോ അവർക്കില്ല. എന്നാൽ ഇല, കാണ്ഡം, വേര് എന്നിവിടങ്ങളിൽ വാതക വിനിമയത്തിന് പ്രത്യേകം സംവിധാനങ്ങളുണ്ട്. ഇലയിലൂടെയും കാണ്ഡത്തിലൂടെയും വേരിലൂടെയും അവരിൽ എന്ത് നടക്കുന്നുണ്ട്? വാതക വിനിമയം നടക്കുന്നുണ്ട്. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പേര് നിങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഇലകളിലും ഇളം കാണ്ഡങ്ങളിലുമുള്ള ചെറു സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റകൾ. നിങ്ങൾക്കറിയാം, ഇത് നിങ്ങൾ മുമ്പേ കേട്ടിട്ടുണ്ട് അല്ലേ? പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നതും ഏതിലൂടെ തന്നെയാണ്? സ്റ്റൊമാറ്റോ വഴി തന്നെയാണ്. അതേ സ്റ്റൊമാറ്റയിലൂടെ തന്നെയാണ് അവർ ശ്വസിക്കുകയും ചെയ്യുന്നത്. ഇലകളിലും ഇളം കാണ്ഡങ്ങളിലുമുള്ള ചെറു സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ. ഇതുവഴി എന്ത് നടക്കും? ശ്വസനവാതകങ്ങളുടെ സംവഹനം നടക്കുന്നു മക്കളെ. മനസ്സിലായോ? നെക്സ്റ്റ്, തണ്ടിൻ്റെ കേസിൽ കട്ടി കൂടിയ കാണ്ഡത്തിൻ്റെയും വേരുകളുടെയും ഉപരിതലത്തിൽ ചെറു സുഷിരങ്ങളുണ്ട്. അവയെ വിളിക്കും ലെൻഡ് സെല്ലുകളെന്ന്. ഇതിന്ന് നല്ല തടിയുള്ള കാണ്ഡങ്ങളിലും വേരുകളുടെ ഉപരിതലത്തിലും ചെറു സുഷിരങ്ങളുണ്ട്. അവയെ വിളിക്കും ലെൻഡ് സെല്ലുകൾ. ഈ ലെൻഡ് സെല്ലുകളും എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടാനും സഹായിക്കുന്നുണ്ട്. ഇനി വേരുകളുടെ കേസിൽ മൺതരികൾക്കിടയിലുള്ള വായുവുമായി വാതക വിനിമയം നടത്താൻ ആർക്ക് പറ്റും? വേരിലെ കോശങ്ങൾക്കും പറ്റും. ഓക്കെ, വേരിൽ ധാരാളം കോശങ്ങളുണ്ട്. ചെറിയ കോശങ്ങൾ ധാരാളം കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ എന്തുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്? മൺതരികൾക്കിടയിലുള്ള വായുവുമായി എന്ത് ചെയ്യുന്നുണ്ട്? വാതക വിനിമയം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ്, ഈ മെത്തേഡിലൂടെയാണ് സസ്യങ്ങളിൽ എന്ത് നടക്കുന്നത്? ശ്വസനം നടക്കുന്നത്. അപ്പോൾ സ്റ്റൊമാറ്റ ഉണ്ട്, ലെൻഡ് സെല്ലുണ്ട്, വേരിലെ കോശങ്ങൾ ഡയറക്റ്റ് മണ്ണുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വാതക വിനിമയം നടത്തുന്നുണ്ട്. ഓർത്ത് വെക്കണം, ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഞാൻ ഉറപ്പാണെന്ന് പറയുന്ന എല്ലാ ക്വസ്റ്റ്യനും വരുന്നല്ല അർത്ഥം. ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, മനസ്സിലായോ? ഈ എല്ലാ ക്വസ്റ്റ്യനും ഇട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മാർക്ക് മാക്സിമം മാർക്കിൻ്റെ അപ്പുറം പോകും. അപ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റൊമാറ്റ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കുകയും രാത്രിയിൽ അടയുകയും ചെയ്യും. പകൽ സമയത്ത് സ്റ്റൊമാറ്റ ഓപ്പൺ ആയിരിക്കും. കാരണം പ്രകാശ സംശ്ലേഷണം കൂടി നടക്കണം. കണ്ടിന്യൂസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും കൂടി അവർക്ക് വലിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കും, രാത്രിയിൽ അടയുകയും ചെയ്യുന്നു. ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ, ഇലകളുടെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ ലൂസായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറച്ച് കോശങ്ങളുണ്ട് അല്ലേ? ആ കോശങ്ങൾ എന്ത് വിളിക്കും? മീസോഫിൽ കോശങ്ങൾ എന്ന് വിളിക്കും. ഈ മീസോഫിൽ കോശങ്ങൾ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടത്തുന്നു. മനസ്സിലായോ? ഇതൊന്ന് ഓർത്തു വെക്കണേ. ഇലകളിൽ എന്തുണ്ട്? സ്റ്റൊമാറ്റ ഉണ്ട്. ഇത് പകൽ സമയത്ത് ഓപ്പൺ ആണ്, രാത്രിയിൽ അടഞ്ഞു. ഇലകളിൽ വേറെന്തുണ്ട്? മീസോഫിൽ കോശങ്ങളുണ്ട്. അവരിൽ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു. പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ തോത് കൂടുതലായതിനാൽ ഉണ്ടാകുന്ന ഓക്സിജനെ ശ്വസനത്തിനായി ഉപയോഗിക്കുകയും അധികമുള്ള ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യും. അതായത് പകൽ സമയത്ത് സസ്യങ്ങൾക്ക് കൂടുതൽ ഓക്സിജനെ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രകാശ സംശ്ലേഷണം നടത്തി സസ്യങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജനെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസനത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഓൾറെഡി ഉണ്ടായി, ഇനി അത് പുറത്ത് വിട്ട് ആദ്യം വലിച്ചെടുക്കണോ? എനർജി നഷ്ടമല്ലേ, ഊർജ്ജം നഷ്ടമല്ലേ? അതുകൊണ്ട് തന്നെ ഉണ്ടായ ഓക്സിജൻ എന്ത് ചെയ്തു? ശ്വസനത്തിനായി ഉപയോഗിക്കുകയും അധികമുള്ള ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുകയും ചെയ്യുന്നു. എക്സ്ട്രാ വന്നതിന് പുറത്തേക്ക് കളയും. ശ്വസനഫലമായുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കും. തികയാത്തത് അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിക്കും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് എന്തിൻ്റെ ഫലമായി ഉണ്ടായി? കോശശ്വസനത്തിൻ്റെ ഫലമായി ഉണ്ടായി. അതിനെ പുറത്തുവിട്ട് വെറുതെ സമയം കളയില്ല. അതിനെ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യും? പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തും. നിങ്ങൾക്ക് സംഭവം ക്ലിക്കായി എന്ന് ഞാൻ വിചാരിക്കുന്നേ. ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുക. രാത്രികാലങ്ങളിൽ സ്റ്റൊമാറ്റ അടയുമ്പോൾ ഡിഫ്യൂഷനിലൂടെ ശ്വസനവാതകങ്ങളുടെ വിനിമയം നടക്കും. രാത്രികാലത്ത് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് എങ്ങനെയാണ് സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത്? ശ്വസനവാതകങ്ങളുടെ വിനിമയം നടക്കുന്നത് ഡിഫ്യൂഷനിലൂടെ. ഓർത്ത് വെച്ചോട്ടോ. അപ്പോൾ രാത്രികാലങ്ങളിൽ സ്റ്റൊമാറ്റ അടഞ്ഞിരിക്കും. ആ സമയത്ത് എങ്ങനെയാണ്? ഡിഫ്യൂഷനിലൂടെ എന്ത് സംഭവിച്ചു? ശ്വസനവാതകങ്ങളുടെ വിനിമയം നടന്നു. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. ദെൻ
മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിച്ചാണ്. അല്ലേ, നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിട്ടു. ഈ ശ്വസനത്തെ വിളിക്കും എയ്റോബിക് ശ്വസനം, എയ്റോബിക് റെസ്പിറേഷൻ. ഓക്കെ, ഈ ശ്വസനത്തെ എന്ത് വിളിക്കും? ഓക്സിജൻ വലിച്ചെടുത്തുകൊണ്ടുള്ള ഈ ശ്വസനത്തെ വിളിക്കും എയ്റോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കും. എന്നാൽ അടുത്ത ആളതാ വരുന്നത്. ബയോളജി എന്ന് പറയുന്നത് ഫുൾ ഓഫ് എക്സെപ്ഷനാണ്. നമ്മൾ എന്ത് പഠിച്ചാലും അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടാവും ബയോളജിയിൽ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ചില ബാക്ടീരിയകൾ, ഈസ്റ്റ് എന്നിവയിൽ ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിക്കാതെയാണ്. അവരിൽ എന്തില്ല, എന്ത് വേണ്ട, ഓക്സിജൻ വേണ്ട ശ്വസിക്കാൻ, അത്തരത്തിലുള്ള ശ്വസനങ്ങളെ വിളിക്കും അനേറോബിക് റെസ്പിറേഷൻ. അതായത് അനേറോബിക് ശ്വസനം. അതായത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് എന്ത് വേണം? ഓക്സിജൻ വേണം. അത് എയറോബിക് ശ്വസനം. എന്നാൽ ചില ബാക്ടീരിയകൾക്കും ഈസ്റ്റ് പോലുള്ള ഫംഗസുകൾക്കും എന്ത് വേണ്ട? എല്ലാ ഫംഗസും അല്ല കേട്ടോ, ഈസ്റ്റിനൊക്കെ എന്ത് വേണ്ട? ഈസ്റ്റിനൊന്നും എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട. അപ്പോൾ അത്തരം ശ്വസനത്തെ എന്ത് വിളിക്കും? അനേറോബിക് ശ്വസനം എന്ന് വിളിക്കും. അതായത് കറക്റ്റ് മലയാളം ടേം ഉണ്ട് കേട്ടോ അതിന്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ എയറോബിക് റെസ്പിറേഷൻ എന്നും എയറോബിക് ശ്വസനം എന്നും അനേറോബിക് ശ്വസനം എന്നും കൊടുത്തതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയും വിളിക്കും. എയറോബിക് ശ്വസനത്തെ വായു ശ്വസനം എന്ന് വിളിക്കും. മറ്റേ അനേറോബിക് റെസ്പിറേഷനെ അവായു ശ്വസനം എന്ന് വിളിക്കും. വായു ശ്വസനം എന്ന് വെച്ചാൽ വായു വേണ്ടത്, മീൻസ് ഓക്സിജൻ വേണ്ടത്. അവായു ശ്വസനം എന്ന് വെച്ചാൽ ഓക്സിജൻ വേണ്ടാത്തത്. ഓക്കെ, നിങ്ങൾ ഈ ടേം മാത്രം പഠിച്ചാൽ മതി. എയറോബിക് ശ്വസനവും അനേറോബിക് ശ്വസനം. എയറോബിക് ശ്വസനത്തിന് ഓക്സിജൻ വേണം, അനേറോബിക് ശ്വസനത്തിന് എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട. ഇനി ഇവരിൽ എങ്ങനെയാണ് ഈ പ്രവർത്തനം നടക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ആളെ നോക്കിക്കോ, ലാക്ടോബാസിലസ് ബാക്ടീരിയ. ഈ ലാക്ടോബാസിലസ് ബാക്ടീരിയ കാണുന്നത് എവിടെയാണെന്നറിയോ? പാലിലാണ്. ഓക്കെ, പാലിലാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ കാണുന്നത്. പേടിക്കേണ്ട, ഉപകാരമുള്ള ബാക്ടീരിയയാണ്, നല്ല ബാക്ടീരിയയാണ്, നമ്മുടെ ശരീരത്തിനൊക്കെ ആവശ്യമുള്ള ബാക്ടീരിയയാണ്. എന്തെന്ന്? ലാക്ടോബാസിലസ്. അവരുടെ കേസിൽ ശ്വസനം കണ്ടോ, അവർ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റും. അതായത് നമ്മുടെ ഗ്ലൈക്കോളിസിസ് അവരിലും നടക്കുന്നുണ്ട്. അല്ലേ, ഗ്ലൂക്കോസ് എന്തായി? പൈറൂവിക് ആസിഡായി. ഇപ്പം ഈസ്റ്റിൽ നോക്കിക്കേ, ഗ്ലൂക്കോസ് എന്തായി? പൈറൂവിക് ആസിഡായി. കോശദ്രവ്യത്തിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്, വേറെ ഏടിയും പോകുന്നില്ല. അപ്പോൾ ഗ്ലൂക്കോസ് എന്തായി? പൈറൂവിക് ആസിഡായി. രണ്ടും കോശദ്രവ്യത്തിൽ വെച്ച് നടന്നു. ഗ്ലൂക്കോസ് എന്തായി? പൈറൂവിക് ആസിഡായി. എത്ര എനർജി പ്രൊഡ്യൂസായി? 2 ATP പ്രൊഡ്യൂസായി. ആരിലൊക്കെ? ലാക്ടോബാസിലസ് ബാക്ടീരിയയിലും ഈസ്റ്റിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഇപ്പോൾ പൈറൂവിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ വ്യത്യാസമുണ്ട്. ലാക്ടോബാസിലസ് ബാക്ടീരിയയുടെ കേസിൽ പൈറൂവിക് ആസിഡ് പിന്നീട് എന്തായി മാറുമെന്നറിയോ? ലാക്റ്റിക് ആസിഡായി മാറും. ലാക്ടോബാസിലസ് ബാക്ടീരിയയിൽ എന്താ സംഭവിക്കുന്നത്? പൈറൂവിക് ആസിഡ് പിന്നീട് എന്തായി മാറും? ഗ്ലൈക്കോളിസിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ശരിക്കും അവിടെ ഫെർമെൻറ്റേഷൻ എന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഓക്കെ, ഫെർമെൻറ്റേഷൻ എന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. പൈറൂവിക് ആസിഡ് എന്തായി മാറും? ലാക്റ്റിക് ആസിഡായി മാറും. ആരിലെ? ലാക്ടോബാസിലസിലെ. ക്ലിയർ ആണോ? ഇതാണ് അവരുടെ ശ്വസനം. ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി, അതായത് ഗ്ലൈക്കോളിസിസ് നടന്നു. ഗ്ലൈക്കോളിസിന് ശേഷം പിന്നെ നടക്കുന്നത് ഫെർമെൻറ്റേഷൻ എന്ന പ്രവർത്തനമാണ്. ലാക്റ്റിക് ആസിഡ് ഉണ്ടായി. ദെൻ ഈസ്റ്റിൻ്റെ കേസിൽ ഗ്ലൂക്കോസ് എന്തായി? പൈറൂവിക് ആസിഡായി. ഗ്ലൈക്കോളിസിസ് നടന്നു, 2 ATP ഉണ്ടായി. അതിനുശേഷം എന്ത് നടക്കും എന്നറിയോ? ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ നടക്കും. അതായത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. മനസ്സിലായോ? ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആരുടെ കേസിൽ? ഈസ്റ്റിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ലാക്ടോബാസിലസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി, 2 ATP പ്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് പൈറൂവിക് ആസിഡ് എന്തായി മാറി? ലാക്റ്റിക് ആസിഡായി. പ്രവർത്തനങ്ങൾ എവിടെ വെച്ച് നടന്നു? കോശദ്രവ്യത്തിൽ വെച്ച് നടന്നു. ഈസ്റ്റിൻ്റെ കേസിലോ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി, 2 ATP ഉണ്ടായി, അതായത് ഗ്ലൈക്കോളിസിസ് നടന്നു. ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും പിന്നീട് പൈറൂവിക് ആസിഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തു. മനസ്സിലായോ? ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ക്ലിയർ ആണോ? അതായത് ആദ്യത്തെ സ്റ്റെപ്പായ ഗ്ലൈക്കോളിസിന് ശേഷം പിന്നീട് ഇവരിൽ നടക്കുന്നത് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രവർത്തനമാണ്. ഒന്ന് ഓർത്തു വെച്ചേ. നെക്സ്റ്റ് കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നോക്കുക, നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്സിജൻ്റെ ആവശ്യകത, ശ്വസനഘട്ടത്തിലെ സമാനതയും വ്യത്യാസവും, ATPകളുടെ എണ്ണം, ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവയിലെ ശ്വസന പ്രക്രിയയിലെ വ്യത്യാസം നോക്കാം നമുക്ക്. ഓക്സിജൻ്റെ ആവശ്യകത. ബാക്ടീരിയ, ഈസ്റ്റ് തുടങ്ങിയ ജീവികൾക്ക് ശ്വസനത്തിന് എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട. അതേസമയം മറ്റ് ജീവികൾക്കോ ഓക്സിജൻ വേണം. കഴിഞ്ഞു. ദെൻ കോശശ്വസന ഘട്ടത്തിലെ സമാനതകളും വ്യത്യാസവും. എല്ലാ ജീവികളിലും കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം ഏത് തന്നെയാണ്? ഗ്ലൈക്കോളിസിസ് തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. എന്നാൽ
കോശശ്വസനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ബാക്ടീരിയ, ഈസ്റ്റ് തുടങ്ങിയ ജീവികളിൽ പൈറോവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ ആൽക്കഹോളായി മാറും. ഈ ഘട്ടത്തിൽ ATP ഉണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഓർത്തു വെക്കേണ്ട പോയിന്റ്. ഇവിടെ എന്തുണ്ടാവുന്നില്ല? രണ്ടാമത്തെ സ്റ്റെപ്പിൽ ATP ഉണ്ടാവുന്നില്ല. അതേസമയം നമ്മുടെ ക്രബ് സൈക്കിളിൽ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഘട്ടത്തിൽ 28 ATP പ്രൊഡ്യൂസ് ആയി എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ. എയറോബിക് ശ്വസനം നടക്കുന്ന ജീവികളിൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ പൈറോവിക് ആസിഡ് ക്രബ് സൈക്കിളിലൂടെ കടന്നുപോയി കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ATP എന്നിവ ഉണ്ടാകുന്നു. എന്നാൽ ഈ കേസിൽ ഫെർമെന്റേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ ആൽക്കഹോളായി മാറുന്ന ഈ പ്രവർത്തനങ്ങളിൽ എന്തുണ്ടാവുന്നില്ല? ATP ഉണ്ടാകുന്നില്ല. പലതവണ കേട്ടിതൊന്നും മനസ്സിൽ ഉറപ്പിക്കണേ, വീണ്ടും വീണ്ടും പറയുന്നില്ല, ലെങ്തി ആയി ഓൾറെഡി വീഡിയോ. ഇനി ATPകളുടെ എണ്ണം. എയറോബിക് ശ്വസനം നടക്കുന്ന ജീവികളിൽ ATPകൾ ഉണ്ടാകുന്നത് 30 എണ്ണമാണ്. അതായത് ഹ്യൂജ് എമൗണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്തു, കൂടുതൽ എമൗണ്ട് ഊർജം ഉൽപ്പാദിപ്പിച്ചു. എന്നാൽ അനേറോബിക് ശ്വസനം നടക്കുന്ന ജീവികളിൽ ആകെ എത്രയേ ഉണ്ടായിട്ടുള്ളൂ? 2 എണ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആകെ ATP 2 എണ്ണേ ഉള്ളൂ. അത് എവിടെ നിന്ന് ഉണ്ടാവുന്നത്? ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നു. ഇനി ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവയിലെ കോശശ്വസന പ്രക്രിയയിലെ വ്യത്യാസം എന്ത്? ബാക്ടീരിയയിൽ ഗ്ലൈക്കോളിസിസിന്റെ ഫലമായി ഉണ്ടാകുന്ന പൈറോവിക് ആസിഡ് പിന്നീട് ലാക്റ്റിക് ആസിഡായി മാറും. എന്നാൽ ഈസ്റ്റിന്റെ കേസിലോ പൈറോവിക് ആസിഡ് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ടാണ് മാറുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ATPകളുടെ എണ്ണം എന്താണ് വ്യത്യാസം എന്ന് നമ്മൾ പഠിച്ചു. കുറച്ച് സ്പീഡാക്കുന്നുണ്ടേ, വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം, കുറച്ചുകൂടി പറയാനുണ്ട്. മനുഷ്യനിലും അനേറോബിക് ശ്വസനം നടക്കുന്നുണ്ടോ? അതായത് ഓക്സിജൻ ആവശ്യമില്ലാത്ത ശ്വസനം മനുഷ്യരിലും നടക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരം. പ്രത്യേകിച്ചും മനുഷ്യരിൽ ഊർജാവശ്യം കൂടിയ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ ലഭ്യത കുറയുന്ന സമയത്ത് പേശീകോശങ്ങൾക്ക് വായുരഹിത ശ്വസനത്തിന് വിധേയമാകേണ്ടി വരും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നു. കണ്ടിന്യൂസ് നിങ്ങൾക്ക് 1 സെക്കൻഡ് ഞാൻ റെസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ പറയുന്നു, നിങ്ങൾ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. കൈ കടയൂലേ? കൈ വേദന എടുക്കൂലേ? മസിൽ പെയിൻ ഉണ്ടാവൂലേ? എന്തുകൊണ്ട്? നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു, നിങ്ങളുടെ പേശികൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അവിടെ കിട്ടുന്നുമില്ല. ഈ സമയത്ത് പേശികളിൽ അവായു ശ്വസനം നടക്കും, അതായത് അനേറോബിക് റെസ്പിറേഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡിൻ്റെ അളവ് അവിടെ കൂടും. ഓക്കെ, ലാക്റ്റിക് ആസിഡിൻ്റെ അളവ് അവിടെ കൂടും. ഈ അവസ്ഥയാണ് വേദനയ്ക്ക് കാരണം. ഇതും ഒരു ടൈപ്പ് അനേറോബിക് റെസ്പിറേഷനാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, മനുഷ്യരിലും എന്ത് സംഭവിക്കുന്നു? അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നു. നിങ്ങൾ കഠിനമായ കായികാധ്വാനം ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നെക്സ്റ്റ്, നിത്യജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ. എവിടെ, എന്തിന്? അനേറോബിക് ശ്വസനം എപ്രകാരം പ്രയോജനപ്പെടുത്തുന്നു? അതായത് അനേറോബിക് ആയിട്ടുള്ള ജീവികളെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. 2 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാവ് പുളിപ്പിക്കാൻ ഈസ്റ്റ് ചേർക്കുന്നു, തൈരുണ്ടാക്കാൻ പാലിൽ തൈര് ചേർക്കുന്നു. ഓക്കെ, നിത്യജീവിതത്തിലെ സന്ദർഭങ്ങളാണ്. എന്തിനുള്ള സന്ദർഭങ്ങളാ? നമ്മൾ കോമൺലി അനേറോബിക് ശ്വസനം യൂസ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ. മാവ് പുളിപ്പിക്കാൻ ഈസ്റ്റ് ചേർക്കുന്നതും തൈരുണ്ടാക്കാൻ പാലിൽ തൈര് ചേർക്കുന്നതും എന്താണ്? എന്ത് ടൈപ്പ് റെസ്പിറേഷനാണ്? അനേറോബിക് റെസ്പിറേഷനാണ്, അനേറോബിക് ശ്വസനമാണ്. അവ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാവ് പുളിപ്പിക്കാൻ ഈസ്റ്റ് ചേർക്കുന്നു. മാവിൽ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഈസ്റ്റ് പ്രവർത്തനക്ഷമമാവുകയും അനേറോബിക് ശ്വസനത്തിലൂടെ ഊർജം സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയുടെ ഉപോൽപ്പന്നമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ശ്വസനവായു ഉണ്ടാക്കുന്ന ആൽക്കഹോളും ശ്വസനഫലമായി ഉണ്ടാകുന്ന ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും മാവ് പൊളിച്ചു പൊങ്ങുന്നതിന് കാരണമാകുന്നു. മക്കളെ, ഒന്നുമില്ല, ഈസ്റ്റ് നിങ്ങൾ എങ്ങേടി ഇട്ടു? നിങ്ങൾ അരച്ച് വെച്ച മാവിലേക്ക് ഇട്ടു അല്ലേ? ആ മാവിലുള്ള ഗ്ലൂക്കോസ് ആരുപയോഗിക്കും? ഈസ്റ്റ് ഉപയോഗിക്കും. ഈസ്റ്റ് ഗ്ലൂക്കോസിന് എന്താക്കി മാറ്റും? പൈറോവിക് ആസിഡ് ആക്കി മാറ്റും. 2 ATP പ്രൊഡ്യൂസ് ചെയ്യും, ഗ്ലൈക്കോളിസിസ് നടക്കും. അതിനുശേഷം എന്താ സംഭവിക്കുക? ഈ പൈറോവിക് ആസിഡ് എന്തായി മാറും? ഈസ്റ്റിൻ്റെ കേസിൽ ആൽക്കഹോളായി മാറൂലേ? ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവൂലേ? കാർബൺ ഡൈ ഓക്സൈഡിന് അവിടെ നിൽക്കാൻ പറ്റുമോ? അത് പൊന്തി പുറത്തു പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് മാവ് പുളിച്ച് പൊന്തി വരും. ആൽക്കഹോൾ ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? മാവ് പുളിച്ചു. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്തു? അത് പുറത്തു പോകുമ്പോൾ മാവ് എന്ത് ചെയ്തു? പൊങ്ങി വന്നു. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. ദെൻ തൈരുണ്ടാക്കാൻ പാലിൽ തൈര് ചേർക്കുന്നു. തൈരിലുള്ള ലാക്ടോബാസിലസ് ബാക്ടീരിയ
പാലിലെ പഞ്ചസാരയായ ലാക്ടോസിനെ വിഘടിപ്പിക്കും. നിങ്ങൾക്കറിയാം പാലിലെ പഞ്ചസാരയാണ് ഇത് ലാക്ടോസ്. ആ ലാക്ടോസിൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ പ്രവർത്തിക്കും. എന്നിട്ട് ഈ ലാക്ടോസിനെ വിഘടിപ്പിച്ച് ലാക്റ്റിക് ആസിഡും ATP ഉണ്ടാക്കും. അതായത് നോക്കിക്കോ, ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. ഇപ്പം ഏതിൻ്റെ കേസിലും ഗ്ലൈക്കോളിസിസ് നടക്കുന്നുണ്ട് അല്ലേ, പൈറോവിക് ആസിഡായി മാറുന്നുണ്ട്. ലാക്ടോബാസിലസ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു നിങ്ങൾ നേരത്തെ പഠിച്ചു. പൈറോവിക് ആസിഡിന് എന്ത് ചെയ്യും? ലാക്ടോബാസിലസ് ബാക്ടീരിയ ലാക്റ്റിക് ആസിഡും ATPയും ഉണ്ടാക്കും. ഓക്കെ, അപ്പം ലാക്റ്റിക് ആസിഡും ATP ഉണ്ടാക്കും. പൈറോവിക് ആസിഡ് നല്ല ATP ഉണ്ടാവുന്നത്. ആ സ്റ്റെപ്പിൽ ATP ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. ആ ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? ATP ഉണ്ടാവുന്നുണ്ട്. അതായത് ലാക്ടോസിനെ വിഘടിപ്പിച്ച ലാക്റ്റിക് ആസിഡും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ATPയും ഉണ്ടാവുന്നുണ്ട്. അതായത് ലാക്റ്റിക് ആസിഡ് ആദ്യം പൈറോവിക് ആസിഡ് ആവും, പിന്നെയാണ് ചേഞ്ചസ് സംഭവിക്കുക. വിട്ടെ. ദെൻ പാലിലെ പ്രോട്ടീനിന്റെ കൊയാഗുലേഷന്റെ ഫലമായി തൈരുണ്ടാകുന്നു. പാലിലെ പ്രോട്ടീൻ്റെ കൊയാഗുലേഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? തൈര് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നില്ല, നിങ്ങളുടെ അറിവിലേക്കായി തന്നേ ഉള്ളൂ. ദെൻ കുറച്ചധികം ഉദാഹരണങ്ങളും കൂടി തന്നിട്ടുണ്ട്. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് നിങ്ങളോട് ശേഖരിക്കാൻ പറഞ്ഞേക്കാം. നിത്യജീവിതത്തിൽ അനേറോബിക് ശ്വസനം ഉപയോഗപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ. എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട് അവിടെ. വൈനിൻ്റെ നിർമ്മാണം, വൈൻ നിർമ്മിക്കാൻ വേണ്ടി, അതായത് ആൽക്കഹോളിക് ഇൻഡസ്ട്രീസിൽ തെങ്ങിൻ കള്ള്, പനങ്കള്ള്, ബ്രാൻഡി, വിസ്കി എന്നിവയുടെ ഉൽപ്പാദനത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് അനേറോബിക് ശ്വസനം ഉപയോഗപ്പെടുത്തുന്നു. ചീസ്, യോഗേർട്ട് എന്നിവയുടെ ഉൽപ്പാദനം, അവിടെ ലാക്ടോബാസിലസ് ബാക്ടീരിയന നമ്മൾ യൂസ് ചെയ്യും. പിന്നെ പല ആയുർവേദ മരുന്നുകളുടെ നിർമ്മാണത്തിനും നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിസർജനമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട്, വിസർജനത്തിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. അതുവരെ എല്ലാവരും ഇതൊന്ന് പഠിച്ച് മിടുക്കന്മാരായിരിക്കുക. അപ്പോൾ വീഡിയോ കുറേ ലെങ്തി ആയി, ഇരുന്ന് കാണണം കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുതേ.